Hello my dear students, welcome to Learner's World. Today I talk about Module 4 Perspective of the Subaltern, Part 11. Read the passage from Kannada story titled Mohanaswamy by Vasudendra, which captures the experience of a person whose sexuality is different from the norm. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 147 to 148 ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. വാസുദേന്ദ്രയുടെ മോഹനസ്വാമി എന്ന സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാസേജാണ്. അത് നിങ്ങളോട് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിൽ പറയുന്നത് മോഹനസ്വാമി എന്നുള്ള ഒരു വ്യക്തി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ലൈംഗിക സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ അനുഭവമാണ് ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാസേജ് റീഡ് ചെയ്യുക, അതിനുശേഷം ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ചെയ്യുക. വാസുദേന്ദ്ര Born in 1969, is an Indian author in Kannada language known for his short stories. He is also a publisher and LGBT activist. അപ്പോൾ വാസുദേന്ദ്ര ഒരു 1969 ജനിച്ചത്. കന്നഡയിൽ എഴുതുന്ന ഒരു ഇന്ത്യൻ റൈറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഥകൾ വളരെ പ്രശസ്തമാണ്. ഒരു പബ്ലിഷറും LGBT ആക്ടിവിസ്റ്റുമാണ്. LGBT എന്ന് പറഞ്ഞാൽ L സ്റ്റാൻഡ്സ് ഫോർ ലെസ്ബിയൻ ആൻഡ് G സ്റ്റാൻഡ്സ് ഫോർ ഗേ and B stands for bisexual and T stands for transgender. What is lesbian? Lesbian refers to a woman who has a romantic and sexual orientation towards women. അപ്പോൾ ലെസ്ബിയൻ എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു വുമണിന് വേറൊരു വുമണിനോട് ഒരു സെക്ഷുവൽ അട്രാക്ഷൻ തോന്നുക, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഒരു പ്രണയം തോന്നുക, ഇതാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു വിരളായിട്ടുള്ള കാര്യമല്ല, ഇപ്പോൾ അത് നടക്കുന്ന ഇതാണ്, നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. അതായത് ഒരു വുമണിന് വേറൊരു വുമണിനോട് പ്രണയം തോന്നുകയും അവർ ഒരുമിച്ച് ജീവിക്കുകയും അവിടെ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ദെൻ ഗേ. വാട്ട് ഈസ് ഗേ? refers to men who are attracted to men in a romantic, erotic and emotional sense. അപ്പോൾ ഗേ എന്ന് പറയുന്നത് അതായത് ഒരു മെന്നിന് വേറൊരു മെന്നിനോട് സെക്ഷുവൽ അതുപോലെ റൊമാൻറ്റിക് അട്രാക്ഷൻ, ഇറോട്ടിക് എന്ന് പറഞ്ഞാൽ സെക്ഷുവലാണ്, അതുപോലെ റൊമാൻറ്റിക് അട്രാക്ഷൻ തോന്നുന്നതാണ് ഒരു ഗേ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഇടായിട്ടൊരു ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് മെന്ന് അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകരാണ്. അപ്പോൾ അവർ പരസ്പരം പ്രണയം തോന്നുകയും അവർ വിവാഹം കഴിക്കുകയും അതിലൂടെ സെക്ഷൽ ഓറിയൻറ്റേഷനൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് അങ്ങനെയുള്ളൊരു ന്യൂസൊക്കെ നമ്മൾ ഈയിടെയായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ബൈസെക്ഷൽ, എ പേഴ്സൺ ഹു എക്സ്പീരിയൻസസ് സെക്ഷുവൽ, റൊമാൻറ്റിക്, ഫിസിക്കൽ ഓർ സ്പിരിച്വൽ അട്രാക്ഷൻ ടു മോർ ദാൻ വൺ ജെൻഡർ. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണ് മോർ ദാൻ വൺ ജെൻഡർ, അതായത് ഒന്നിൽ കൂടുതൽ ജെൻഡറിനോട് ഒരു ഫിസിക്കൽ അതുപോലെ റൊമാൻറ്റിക് സെക്ഷുവൽ അട്രാക്ഷൻ തോന്നുന്നതാണ് ബൈസെക്ഷുവൽ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്ജെൻഡർ, എ പേഴ്സൺ ഹൂസ് സെൻസ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിറ്റി ഓർ ജെൻഡർ ഡസ് നോട്ട് കറസ്പോണ്ട് ടു ദ സെക്സ് ദേ വർ അസൈൻഡ് അറ്റ് ബർത്ത്. അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പേഴ്സൺ അത് ജനിക്കുമ്പോൾ തന്നെ ആ ഒരു കുട്ടി മെന്നിൻ്റെ സെക്ഷൽ ഓർഗനായിട്ട് ജനിക്കുന്നു, പക്ഷേ പേഴ്സണാലിറ്റി വുമണിൻ്റെ പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികളിൽ തന്നെ അതായത് ഒരു മെന്നിൻ്റെ സെക്ഷൽ ഓർഗൻസിലാണ് ആ കുട്ടി ജനിച്ചിട്ടുള്ളത്, പക്ഷേ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി വുമണാണ്. അതായത് പെൺകുട്ടികൾ ധരിക്കുന്ന പാവാട ധരിക്കാനുള്ള ഒരു സ്വഭാവം, പാവാട ധരിക്കാനുള്ള ഒരു ആഗ്രഹം, അതുപോലെ പെൺകുട്ടികൾ ധരിക്കുന്ന കമ്മലുകളും വളകളൊക്കെ ധരിക്കാനുള്ള ആഗ്രഹം, അതുപോലെ പാവക്കുട്ടികളുമായിട്ട് കളിക്കുന്ന ഒരു സ്വഭാവം, അതുപോലെ ഒരു ഷൈ ആയിട്ട് ഒരു പെൺകുട്ടിയുടെ സ്വഭാവമൊക്കെ കാണിക്കുന്നതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ സെക്ഷൽ ഓർഗൻ മെന്നാണ്, പക്ഷേ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഒരു വുമണായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ പെൺകുട്ടികളുടെ ഇടയിൽ പോയി കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. പിന്നീട് ഇവരെന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ഞാനൊരു വുമൺ ആവേണ്ടതാണ്, ഞാനൊരു വുമൺ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ സമൂഹത്തിലേക്ക് വരികയും അവർ സർജറിയൊക്കെ ചെയ്തിട്ട് പിന്നീട് അവരൊരു വുമൺ ആയിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. Then read the passage. Mohanaswamy, written by Vasudendra.
If I learn to ride a bicycle, I will turn from a gate to stride. When this thought flashed across 21-year-old Mohanaswamy's mind, dark night had descended on the coastal state of Goa. അപ്പോൾ മോഹനസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ സാധാരണമായിട്ടുള്ള ലൈംഗിക എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയുന്നത്. ഒരു ഗേ ആയിരുന്നു അയാൾ. അപ്പോൾ അയാളുടെ ഒരു സെക്ഷൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അതായത് മോഹനസ്വാമി പറയാണ്, ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാൽ ഒരു ഗേയിൽ നിന്നും ഞാനൊരു സാധാരണ മനുഷ്യനാകുമെന്നാണ് പറയുന്നത്. മോഹനസ്വാമി എന്ന വ്യക്തിയുടെ മനസ്സിൽ ഈ ആശയം കടന്നുകൂടിയപ്പോൾ ഗോവയിൽ രാത്രിയായിരുന്നു എന്നാണ് പറയുന്നത്. Huge waves were crashing down on the seashore as Mohanaswamy tossed and turned on the bed in a hotel room in that unfamiliar city. His friends, tired of cycling and braving the hot sun the whole day, were slipping into deep sleep one by one. Elsewhere in the city, owners of wine and mutton shops were downing their shutters. അപ്പോൾ ഇതിൽ പറയുന്നത്, അതായത് മോഹനസ്വാമി തൻ്റെ ഹോട്ടൽ മുറിയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അയാളുടെ കൂട്ടുകാരി സൈക്കിൾ ചവിട്ടിയും വെയിൽ കൊണ്ടും ക്ഷീണിച്ച് ഓരോരുത്തരായിട്ട് ഉറക്കത്തിലേക്ക് വീഴുകയാണ്. വൈനും ആട്ടിറച്ചിയും മറ്റും വിൽക്കുന്ന കടക്കാരൊക്കെ കട പൂട്ടി പുറത്ത് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗേയുടെ ഒരു നിസ്സഹായാവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. മോഹനസ്വാമി ഒരു ഗേ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസാധാരണമായിട്ടുള്ള സെക്ഷുവൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. Then it was just about 2 years ago that Mohanaswamy had come across the word gay. He now identified himself with that word, though he wasn't sure whether it really described him. For him, straight meant every other creature on earth except him and the people of his like. അപ്പോൾ ഇവിടെ പറയുന്നത് 2 കൊല്ലം മുമ്പാണ് മോഹനസ്വാമി ഗേ എന്ന വാക്ക് ആദ്യമായി കണ്ടത്. താനും അതിൽപ്പെട്ടയാളാണ് എന്ന് മോഹനസ്വാമിക്ക് തോന്നി. അയാൾ ഒഴികെ എല്ലാവരും സ്ട്രൈറ്റ് ആണെന്ന് തോന്നി എന്നാണ് പറയുന്നത്. English dailies and magazines like Debonair often use the word gay, but he didn't know what gays were called in the vernacular. So far, he had earned several monikers in the local slang, each one filling him with pain, disgust, humiliation, and incredulity. But there was no equivalent word for gay in Canada. You wouldn't even find it in dictionaries and newspapers. പിന്നീട് പറയുന്നത്, അതായത് പത്രങ്ങളും ഡെബണയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസികയാണ്. അതിലൊക്കെ ഗേ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. കന്നഡയിൽ ഗേക്ക് എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നതെന്ന് മോഹനസ്വാമിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കന്നഡയിൽ ഗേക്ക് പകരമായിട്ടൊരു വേർഡില്ല എന്നാണ് പറയുന്നത്. അയാൾക്ക് പല വിളിപ്പേരുകളും ഉണ്ടായിരുന്നു. ഓരോന്നും അയാളെ വേദനയും വെറുപ്പും അപമാനവും വിശ്വാസവും കൊണ്ട് അലട്ടി എന്നാണ് പറയുന്നത്. ഡിക്ഷണറികളിലോ പത്രങ്ങളിലോ ഗേ എന്ന വാക്കിൻ്റെ കന്നഡ രൂപം അയാൾ കണ്ടില്ല. ദെൻ the first minger Mohanaswamy got was Gansu, a short form for Gandusule, which in Canada referred to a male prostitute. Shockingly, it was his sister Janaki who gave him the horrendous nickname. അപ്പോൾ ആദ്യം ആൾക്കാർ അയാളെ ഗാൻസു എന്ന് വിളിച്ച് കളിയാക്കി എന്നാണ് പറയുന്നത്. ഗാൻസു എന്നത് ഗാൻഡുസുലെ എന്നതിൻ്റെ ചുരുക്കമാണ്. ഗാൻഡുസുലെ എന്നാൽ ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്, പുരുഷവേശ്യയാണ് ഗാൻഡുസുലെ എന്നുള്ളത് കന്നഡയിൽ. ഏറ്റവും ഭയാനകമായി തോന്നിയത് അയാളുടെ സ്വന്തം സഹോദരിയാണ് അയാൾക്ക് ആ പേര് ആദ്യമായി അയാളെ ആ ഒരു ഗാൻസു എന്ന പേര് വിളിച്ചത് സ്വന്തം സഹോദരിയാണെന്നുള്ളതിൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. How is the word shockingly appropriate in the last sentence? അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സെൻറ്റൻസിലുള്ള ഷോക്കിംഗ്ലി എന്ന വേർഡ് എന്തിനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. ദ വേർഡ് ഷോക്കിംഗ്ലി ഈസ് അപ്രോപ്രിയേറ്റ് ഇൻ ദ ലാസ്റ്റ് സെൻറ്റൻസ് ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഓൺ സിസ്റ്റർ ഹു ഫസ്റ്റ് കോൾ ഹിം ദാറ്റ് ഹോറിബിൾ നിക്നെയിം ഗാൻസു വിച്ച് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ഗാൻഡുസുലെ മീനിങ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്. സെർട്ടൻലി എ സിസ്റ്റർ കോളിംഗ് ഹെർ ബ്രദർ വിത്ത് സച്ച് എ നെയിം ഈസ് ഷോക്കിംഗ്. അതായത് മോഹനസ്വാമിയുടെ സ്വന്തം സഹോദരിയാണ് അത്ര ഹീനമായിട്ടുള്ള ഒരു വിളിപ്പേര് അയാളെ വിളിച്ചത്. ഗാൻസു എന്നാൽ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, പുരുഷവേശ്യ. ഗാൻഡുസുലെ എന്ന വാക്കിൻ്റെ ചുരുക്കമാണ് ഗാൻസു. അപ്പോൾ അത്
മോഹനസ്വാമിക്ക് ഒരു ഷോക്കിംഗ് ആണ് ഒരു സഹോദരി അങ്ങനെ ഗാൻസു എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു സെൻറ്റൻസിൽ ലാസ്റ്റ് സെൻറ്റൻസിൽ ഷോക്കിംഗ്ലി എന്നുള്ള വേർഡ് അപ്രോപ്രിയേറ്റ് ആവാനുള്ള കാരണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ലാംഗ്വേജ് പ്ലേസ് എ റോൾ ഇൻ ഡിസ്ക്രിമിനേറ്റിംഗ് സെക്ഷുവാലിറ്റീസ്? ഹൗ? Substantiate your answer with examples from the text. Write your answer in 100 words to 150 words. അതായത് സെക്ഷുവാലിറ്റി, അതായത് ലൈംഗികതയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണിക്കുന്നതിൽ ലാംഗ്വേജിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അതെങ്ങനെ ടെക്സ്റ്റിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുത്ത് നിങ്ങളോട് സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 100 words to 150 wordsൽ ആയിരിക്കണം അത് സബ്സ്റ്റൻഷിയേറ്റ് ചെയ്യേണ്ടത്. I do think language plays a role in discriminating sexualities. In the story, we are told that there is no word for gay in Canada. As far as I know, there are no words for lesbian, gay, transgender, bisexual and queer in Malayalam also. അതായത് ഈ ഒരു സെക്ഷുവാലിറ്റീനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിൽ ലാംഗ്വേജിന് നല്ല പങ്കുണ്ടെന്നാണ് എൻ്റെ ഒരു വാദം. അതായത് കഥയിൽ ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കന്നഡ ഭാഷയിൽ ഗേ എന്നതിനൊരു വാക്കില്ലെന്ന്. അതായത് എനിക്കറിയാവുന്നിടത്തോളം ലെസ്ബിയൻ, ഗേ, ട്രാൻസ്ജെൻഡർ, ബൈസെക്ഷുവൽ, ക്യൂർ ഇവയ്ക്കൊന്നും മലയാളം വാക്കുകളില്ല. ഗേക്ക് നമ്മൾ എന്താ പറയുക, മലയാളത്തിൽ ഗേക്കൊരു വാക്കില്ല, നമ്മൾ ഗേ എന്ന് തന്നെയാണ് പറയുക. ലെസ്ബിയൻ എന്നാണ് പറയുക, ട്രാൻസ്ജെൻഡറിന് ട്രാൻസ്ജെൻഡർ എന്നാണ് പറയുക. അപ്പോൾ ഇതിനൊന്നും ഒരു മലയാളം ഭാഷയിൽ വാക്കുകളില്ല. ഓക്കെ. My knowledge in Hindi also tells me that there are no words in that language to mean these kinds of sexual minorities. In India, we do not give much respect to sexual minorities and they often hide their peculiarities. അതായത് ഹിന്ദിയിലുള്ള എൻ്റെ അറിവ് വെച്ച് ആ ഭാഷയിലും ഈ വാക്കുകൾക്ക് സമാനമായിട്ടുള്ള വാക്കുകളില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നമ്മൾ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു ബഹുമാനവും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ പ്രത്യേകതകളെ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ parents were not willing to accept the special sexual orientation of their children and they also tried to prevent such information from coming out. It is only recently that the sexual minorities have come in the open to declare their special features, differentiating them from the vast majority of straight people. It is only now they are demanding their right in the society to be accepted as normal people. അപ്പോൾ ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഈ ഒരു കുട്ടികളുടെ, അതായത് ഇങ്ങനെയുള്ള ആളുകളുടെ മാതാപിതാക്കന്മാർ അവരുടെ കുട്ടികളിലെ പ്രത്യേക ലൈംഗിക സ്വഭാവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നു. ഈയിടെയായിട്ടാണ് ഇങ്ങനെയുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങൾ പുറത്തേക്ക് വന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതി തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ, ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു ഗേ അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ പാരൻസ് ഇത് വലിയ എന്തോ ഒരു തെറ്റാണ്, ഒരു പാപമാണെന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടികളെ സമൂഹത്തിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു ഇതുവരെയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെ അവർ സ്വയം മനസ്സിലാക്കി ഞാനൊരു ഗേ ആണ് അല്ലെങ്കിൽ ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരികയും അവർ പിന്നീട് ആ ഒരു ലൈഫിലോട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര്, രഞ്ജിമാർ, അതുപോലെ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. ഗേ, ലെസ്ബിയൻ, ഇപ്പോൾ ഗേ ആയിട്ടുള്ള 2 പേര്, അതായത് മെന്ന്, അവർ ഒരു ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹം കഴിച്ചതും അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ ഇപ്പോൾ ഈയിടെയായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവർ സമൂഹത്തിന് മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.